എല്ലാവർക്കും നമസ്കാരം. 2014 ലാസ്റ്റ് ഞാൻ ഒരു ഇൻ്റർവ്യൂ കണ്ടു. നമ്മുടെ തമിഴ് നടൻ വിക്രത്തിൻ്റെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചാണ് അയാൾ സിനിമയിലേക്ക് എത്തിയത്. നല്ലൊരു മോട്ടിവേഷനായിരുന്നു ആ ഇൻ്റർവ്യൂവിന് ഉണ്ടായിരുന്നത്. അതൊക്കെ കണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയാണ് കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അയാളൊക്കെ ഈ ഫീൽഡിൽ എത്തിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അതിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു പുസ്തകം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് വായിച്ചു നോക്ക്. അതിജീവനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ ആ പുസ്തകം എടുത്തു നോക്കി. ബെന്യാമിൻ്റെ ആടുജീവിതം എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. അത് ഞാനത്ര കാര്യമാക്കി എടുത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കാലിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. 2-3 ദിവസം റെസ്റ്റായിരുന്നു. അത് ശരിയാവുന്നത് വരെ റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ആ സമയത്താണ് ഞാൻ ഈ ബുക്ക് വീണ്ടും നോക്കുന്നത്. അന്ന് ആ ബുക്ക് വായിച്ചു തുടങ്ങി. മെല്ലെ വായിച്ചു തുടങ്ങിയതാണ്. പിന്നെ എനിക്ക് നിർത്താൻ തോന്നിയില്ല. അന്ന് ഏകദേശം രാവിലെ ഒരു 11 മണിയായ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11 മണിക്ക് വായിച്ചു തുടങ്ങിയ ബുക്ക് ഞാൻ ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് വായിച്ചു തീർന്നത്. അന്ന് ആ ബുക്ക് വായിച്ചു തീരുമ്പോൾ ഒരു സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ടാണ്, സത്യം പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ബുക്ക് വായിച്ചു തീർത്തത്. അത്രയ്ക്കുണ്ട് പാവം അയാൾ സഹിച്ച വേദനകളും യാതനകളും. അതിൻ്റെ സിനിമാ ആവിഷ്കാരം വരികയാണ്. പൃഥ്വിരാജാണ് അഭിനയിച്ചിരിക്കുന്നത്. ഏകദേശം ട്രെയിലറൊക്കെ കാണുമ്പോൾ സംഭവം സൂപ്പറാണ്. ഇനി മൊത്തമായി സിനിമയായി വന്നാൽ മാത്രമേ എന്താണെന്ന് പറയാൻ പറ്റൂ. ഒരിറ്റ് കണ്ണീരിലൂടെ അല്ലാതെ ആ കഥ നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല. എങ്കിൽ ആ സിനിമയും അത്രക്കും മനോഹരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമ റിലീസാവുമ്പോൾ ഞാൻ ഏതായാലും പോയി കാണും. നല്ലൊരു പടമാണ് എന്ന് എൻ്റെ മനസ്സ് പറയും. ഈ ഒരു കാര്യം പറയാനാണ്, സിനിമ ട്രെയിലർ കണ്ടതിന് ശേഷം ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.